Okay, let's start the class. You can take your English textbook. Take your English textbook. In the last class, we completed the page number 21. In the last class, we completed the page number, activities of the page number 21. And today we are moving to page number 22. Grammar. We are going to something from grammar section. Grammar section. Okay? Did you take the page number 22? Page number 22 എടുത്തു എല്ലാവരും. Okay, first one, no grammar. Okay? No grammar. കിട്ടിയിട്ടില്ലേ? Okay, listen. Page number 22, grammar. In the box, we use common nouns to talk about people, places, or things. We do not write a common noun with a capital letter. We are going to learn common noun, proper noun, and collective noun. Okay? Noun എന്താ നിങ്ങൾക്ക് അറിയാലോ? What do you mean by noun? A noun is the name of a person, place, animal, or thing. Then we divided the noun into common noun, proper noun, and collective noun. Okay? ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? Nouns പഠിച്ചു അല്ലേ? ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? Nouns പഠിച്ചു. Nouns. അതിൽ നിന്ന് നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? Nounsനെ ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് common noun, proper noun, then collective noun. Common noun, proper noun, and collective noun. മനസ്സിലായല്ലോ? നൗണിനെ നമ്മൾ മൂന്നായിട്ട് ഇപ്പൊ ഡിവൈഡ് ചെയ്യാണ്. നൗണിനെ നമ്മൾ വേറെ കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് മൂന്നെണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. ഏതൊക്കെയത്? ഫസ്റ്റ് വൺ ഈസ് കോമൺ നൗൺ, സെക്കൻഡ് വൺ പ്രോപ്പർ നൗൺ, ആൻഡ് തേർഡ് വൺ ഈസ് കളക്റ്റീവ് നൗൺ. ഗോട്ട് ഇറ്റ്? ഓക്കെ. ഏതൊക്കെയാണ് ഷഹ്മാവി? ഏതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത് നമ്മള്? Common noun, proper noun, common noun, proper noun, proper noun, collective noun. Okay, ഓരോരുത്തരോട് മിസ് ചോദിക്കുമേ. ജഹാന. Okay, first one, we use common nouns to talk about people, places, or things. Okay, നമ്മൾ എന്തിനാ common noun യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ common noun യൂസ് ചെയ്യുന്നത്? We use common nouns to talk about people, places, things. അല്ലേ? ആൾക്കാരെ കുറിച്ച് പറയുമ്പോ, സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോ, സാധനങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഹസ്ന, common nouns യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ എങ്ങനെയാന്ന് നോക്കാം. We do not write a common noun with a capital letter. ഒരു കാര്യം ശ്രദ്ധിക്കുക. We do not write common nouns in capital letter. നമ്മൾ capital letterലല്ല എന്ത് എഴുതുന്നത്? Common noun എഴുതുന്നത്. Okay? We use common nouns to talk about people, places, or things. We do not write a common noun with a capital letter. നോക്കാം. The mountain was lonely without his friends. ഏതൊക്കെയാ ഇവിടെ common noun? The mountain. Mountain is a common noun. Mountain. You can underline the mountain. Lonely without his friends. അത് ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് അല്ലേ? Friends. Friends. Fathers, brothers. Mountain. The clouds.
മേഘങ്ങളുടെ പൊതുവായിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ക്ലൗഡ്സ്. അപ്പൊ അതെന്താണ്, കോമൺ നൗൺ ആണ്. ഫ്രണ്ട്സ്, കൂട്ടുകാർ. ഓക്കെ, സനയും റിലുവും എയ്മിയും ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചോ. ഞാനല്ല സനേനെ മാത്രമല്ല പറയുന്നത്, അവര് മൂന്നാളെയും പറയാണ് അല്ലേ, കോമൺ ആയിട്ട് പറയാണ്, ദേ ആർ ഫ്രണ്ട്സ്. അപ്പൊ അതെന്താണ്, കോമൺ നൗൺ ആണ്. അണ്ടർസ്റ്റുഡ്. ടീച്ചർ, ടീച്ചേഴ്സ്. ഇവിടെ മാനസ ടീച്ചറിനോ മേഴ്സി ടീച്ചറിനോ അല്ല പറയുന്നത്, അവരെ പറയുന്നത് ടീച്ചേഴ്സ്, ടീച്ചർമാർ എന്നാ പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ടീച്ചറിനെ മിസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞോ, ഇല്ല അല്ലേ, ടീച്ചേഴ്സ്. അണ്ടർസ്റ്റുഡ്, മനസ്സിലായോ? അതാണ് എന്ത്, കോമൺ നൗൺ. We use common nouns to talk about people, places or things. Books. Books എന്താ, കോമൺ നൗൺ ആണ്. MS ടെക്സ്റ്റ് ബുക്ക് എന്ന് മിസ് എടുത്തു പറഞ്ഞിട്ടില്ല, ടെക്സ്റ്റ് ബുക്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് ടെക്സ്റ്റ് ബുക്കാന്ന് മിസ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ടെക്സ്റ്റ് ബുക്സ് എന്താണ്, കോമൺ നൗൺ ആണ്. ഇനി MS ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാലോ, അല്ല ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ അത് എന്തായി മാറും, പ്രോപ്പർ നൗൺ ആയിട്ട് മാറും. മിസ് പറഞ്ഞുതരാം. അപ്പൊ കോമൺ നൗൺ എന്താന്ന് മനസ്സിലായല്ലോ. ഓരോ സാധനങ്ങളെയും പൊതുവായിട്ട് പറഞ്ഞു, ടീച്ചേഴ്സ്, ബുക്സ്, മനസ്സിലായോ? ഓക്കെ. The mountain was lonely without his friends. The clouds had gone away. Here clouds is common noun. Clouds is common noun. Okay, you can underline that word. Next one. The names were specific people, places and things. Noka, the names of specific people, places and things. Bracket il endha kodutittulladu, the names we call them by are called proper nouns. Proper nouns always begin with a capital letter. Okay, listen here. The names of specific people. അതായത് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളെ മാത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്നതാണ് അല്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, എയ്മി, സന, റിലു. അതിൽ ഞാൻ എയ്മിനെ മാത്രമാണ് പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് എയ്മി, ഒരാളെ സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്. മേഴ്സി മിസ് ഉണ്ട്, സുമാ മിസ് ഉണ്ട്, മാനസ മിസ് ഉണ്ട്, ഫൗസിയ മിസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് സുമാ മിസ്സിനെ കുറിച്ചിട്ടാ. അപ്പൊ അതെന്താ, പ്രോപ്പർ നൗൺ ആണ്. സുമാ മിസ് എന്താണ്, പ്രോപ്പർ നൗൺ ആണ്. മനസ്സിലായോ? ഓക്കെ. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമൺ നൗൺ ആണ്. ആ ടീച്ചേഴ്സിൽ ഞാൻ ഒറ്റ ഒരാളെ മാത്രം പറഞ്ഞപ്പോ അത് പ്രോപ്പർ നൗൺ ആയി. മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എനിക്ക് ഒരുപാട്. ഐ ഹാവ് MS ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്സ് ആണ്. ദാറ്റ് ഈസ് കോമൺ നൗൺ. ഞാൻ അതിൽ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിന് മാത്രം, അതിനെ കുറിച്ച് മാത്രം പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. സോ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഈസ് വാട്ട്, പ്രോപ്പർ നൗൺ. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? ഒന്നിനെ മാത്രം എടുത്തു പറയുമ്പോ അതെന്താവും, ഒരുപാട് മൗണ്ടെയിൻസ് ഉണ്ടല്ലേ, നമുക്ക് ഇഷ്ടംപോലെ മൗണ്ടെയിൻസ് ഉണ്ട്. അതിൽ ഞാൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ഹിമാലയ. ഞാൻ ഹിമാലയത്തിനെ കുറിച്ച് മാത്രം പറയുന്നത്. അപ്പൊ അതെന്താണ്, ഹിമാലയ ഈസ് പ്രോപ്പർ നൗൺ. ഓക്കെ, കിട്ടിയോ? ഓക്കെ. ആൻഡ് വി ഹാവ് മെനി റിവേഴ്സ്, റൈറ്റ്? ഒരുപാട് റിവേഴ്സ് ഉണ്ട്. ആ റിവേഴ്സ് എന്താണ്, നദികൾ. ദാറ്റ് ഈസ് കോമൺ നൗൺ. അതെന്താണ്, കോമൺ നൗൺ ആണ്. റിവേഴ്സ്, നദികൾ. കാരണം എത്രയോ നദികൾ നമുക്കുണ്ട് അല്ലേ. ആൻഡ് നെക്സ്റ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ റിവർ നൈൽ. ഞാൻ നൈൽ നദിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നൈൽ റിവർ എന്താണ്, ദാറ്റ് ഈസ് പ്രോപ്പർ നൗൺ. മനസ്സിലായോ? മനസ്സിലായോടോ? റിവേഴ്സ്, നൈൽ റിവർ. റിവേഴ്സ്, ദാറ്റ് ഈസ് കോമൺ നൗൺ. Then Nile river is proper noun. Okay. And just page number 22. Page number 22. Okay. Next one, നോക്കുക. The names for specific people, places and things. Places, ഒരുപാട് places ഉണ്ട് അല്ലേ. Then I am talking about Padiyottichal. So Padiyottichal is a proper noun. Then and things,
The names we call by them, we are called proper nouns. Proper nouns always begin with a capital letter. അത് എന്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. കോമൺ നൗൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും. ഇനി പ്രോപ്പർ നൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോപ്പർ നൗൺ സ്റ്റാർട്ടഡ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. സുമ, മിസ് നേരത്തെ പറഞ്ഞു അല്ലെ, സുമ ഒരാളുടെ പേരാണ്. അപ്പൊ എസ് എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ പേര് എഴുതുന്ന സമയത്തും നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ എന്ത് എഴുതും? ക്യാപിറ്റൽ എഴുതും. നവമി രാജേഷ്, സ്റ്റുഡൻസ്. എനിക്ക് എങ്ങനെ പറയാം? നിങ്ങൾ എല്ലാവരും എന്റെ സ്റ്റുഡൻസ് ആണ് അല്ലേ? സ്റ്റുഡൻസ്, ദാറ്റ് ഈസ് കോമൺ നൗൺ. അതിന് ഞാൻ സ്റ്റാർട്ടിംഗിൽ ക്യാപിറ്റൽ ലെറ്ററിലൊന്നും തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട് നവമി രാജേഷ്. നവമി രാജേഷിനെ കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് ആ നവമിന്റെ എൻ ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ. എൻ എന്തിലായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ഇനി ഞാൻ ജൂലിയറ്റിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലോ, ജൂലിയറ്റ് ഈസ് എ പ്രോപ്പർ നൗൺ അല്ലേ? ജൂലിയറ്റിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യക്തികളുടെ പേര് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അണ്ടർസ്റ്റുഡ്? അമ്മേനോട് വിട്ടായിരിക്കും പറഞ്ഞു അല്ലേ? കോമൺ നൗൺ ലാസ്റ്റ് കൊറേ എന്ന് പറയുമ്പോ കോമൺ നൗൺ ലാസ്റ്റ് അങ്ങനെയല്ലടാ മിസ് പറയുന്നത്. എനിക്കിപ്പോ എങ്ങനെ പറയാം? സ്റ്റുഡൻസ് എന്ന് പറയാം. നിങ്ങൾ എല്ലാവരും എന്റെ സ്റ്റുഡൻസ് ആണ് അല്ലേ? യു ഓൾ ആർ മൈ സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും മിസ് മൊത്തത്തിൽ പറഞ്ഞത് എങ്ങനെയാ? ഇത്രയും കുട്ടികളെ മിസ് മൊത്തത്തിൽ പറഞ്ഞത് എങ്ങനെയാ? സ്റ്റുഡൻസ് എന്നാണ്. നമ്മുടെ ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളില് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ? എത്ര ടീച്ചർ ഉണ്ട്? ഓരോ ടീച്ചർ അല്ലേ ഉള്ളത് അല്ലേ? ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് എന്താണ്? കോമൺ നൗൺ ആണ്. നമ്മൾ എല്ലാവരെയും പൊതുവിൽ പറയുന്നത് ടീച്ചേഴ്സ് എന്നാ. ഈ മാനസേനും ഈ സുമേനും ഒക്കെ ടീച്ചേഴ്സ് എന്നാ പറയാ. അതുപോലെ ഈ റിലൂനി, അജിസല്, സിദ്ധാന്ത്, ജോയല്, ഷാൻ, ജൊഹാൻ ഇവരെയൊക്കെ ഞാൻ പറയുന്നത് സ്റ്റുഡൻസ് എന്നാണ്. നിങ്ങളെയൊക്കെ പൊതുവിൽ പറയുന്നത് സ്റ്റുഡൻസ്, നമ്മളെയൊക്കെ ടീച്ചേഴ്സ്. അതിൽ മിസ് നേരത്തെ പറഞ്ഞു ഇപ്പൊ മാനസ മിസ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രോപ്പർ നൗൺ. ഇത്രയും ടീച്ചേഴ്സിൽ ഒരാളെയാണ് മിസ് പറഞ്ഞത്. ഒരുപാട് ടീച്ചേഴ്സ് ഇല്ലേ? നേരത്തെ ഇപ്പൊ പറഞ്ഞ മിസ് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫൗസിയ മിസ്, ജിഷ മിസ്, സുമാ മിസ്, മാനസ മിസ്, ശ്രീകുട്ടി മിസ്. ഈ 5 ഇതെല്ലാം എന്താ? ടീച്ചേഴ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മാനസ മിസ്സിനെ കുറിച്ചിട്ടാ. അപ്പൊ മാനസ മിസ് എന്താ? പ്രോപ്പർ നൗൺ അല്ലേ? ഒരാളെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് മിസ്. ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടം പോലെ എത്ര 10-30 കുട്ടികളുണ്ട് വിചാരിക്കുക. ഈ 30 ആളിൽ ഞാൻ ഒറ്റ ഒരാളെ പറഞ്ഞ റിലു ആബിദ്. ഈ റിലു ആബിദ് ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് അതെന്താണ്? പ്രോപ്പർ നൗൺ ആണ്. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും വരുമ്പോൾ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ എല്ലാവരും പൊതുവിലെ പറയുന്നത് സ്റ്റുഡൻസ് ആണ്. ഒരാളെ മാത്രം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അത് പ്രോപ്പർ നൗൺ ആണ്. ഒരുപാട് റിവേഴ്സ് ഉണ്ട്, നമുക്ക് നദികളുണ്ട്. അതിൽ ഒരു നദീനെ മാത്രം ഞാൻ എടുത്തു പറയുമ്പോൾ അത് പ്രോപ്പർ നൗൺ ആണ്. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ സഫ, ആൻഡ്രൂ ജോസഫ്, ജോമൻ ആൻഡ് ജുവൽ? ഓക്കെ. The highest mountain in the world is the Everest in the Himalayas. Everest and Himalayas. These are proper nouns. Yes. Arjun is Geeta's brother. Arjun. That is proper noun. എല്ലാവരുടെ പേരും പ്രോപ്പർ നൗൺ ആണ്. അത്രയും മനസ്സിലാക്കി വെച്ചു. ഇപ്പൊ Arjun is Geeta's brother. Arjun and Geeta are proper nouns here. Understood? The highest mountain in the world is the Everest in the Himalayas. Then Arjun is Geeta's brother. Next we are going to learn about collective noun. ഇത്രയും കാര്യം മനസ്സിലായോ? Common nouns, proper nouns മനസ്സിലായോ? Do you have any doubt about that, guys? Do you have any doubt about common nouns and proper nouns? അതിൽ എന്തെങ്കിലും doubt ഉണ്ടോ? No. Okay, then I am going to talk about collective noun. Okay, collective noun. Collective noun is a word used for groups of people, places or things. Collective noun is a word used for groups of people. എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ഒരു കൂട്ടം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു കൂട്ടത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കളക്റ്റീവ് നൗൺ. കൂട്ടമാണ് എന്ത്? കളക്റ്റീവ് നൗൺ. മനസ്സിലായോ? കൂട്ടം.
എല്ലാത്തിനും കൂട്ടത്തിൽ നമ്മൾ വ്യത്യസ്ത പേരുകളിലാണ് പറയുക. ഫോർ എക്സാമ്പിൾ എ ഗ്യാങ് ഓഫ് തീവ്സ്. തീവ്സിന്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയാന്നറിയോ? ഗ്യാങ് ഓഫ് തീവ്സ് എന്ന് പറയാ. ഗ്രൂപ്പ് ഓഫ് തീവ്സ് എന്ന് പറയാറില്ല. ഗ്യാങ് ഓഫ് തീവ്സ്. ഓക്കെ, ഗ്യാങ് ഓഫ് തീവ്സ്. തീവ്സിന്റെ കൂട്ടത്തിലെ ഗ്രൂപ്പിനെ എന്താ വിളിക്കുക? ഗ്രൂപ്പ് ഓഫ് തീവ്സിൽ എന്താണ്? ഗ്യാങ് ഓഫ് തീവ്സ് എന്ന് പറയാ. ഓക്കെ, എ റേഞ്ച് ഓഫ് മൗണ്ടെയിൻസ്. ഇനി മൗണ്ടെയിൻസിന്റെ ഗ്രൂപ്പിനെ എന്താ പറയാ? കുറെ മൗണ്ടെയിൻസിന്റെ ഗ്രൂപ്പിനെ കൂട്ടത്തിന് എന്താ പറയാ? എ റേഞ്ച് ഓഫ് മൗണ്ടെയിൻസ്. എങ്ങനെ പറയാ? എ റേഞ്ച് ഓഫ് മൗണ്ടെയിൻസ്. എ ഗ്യാങ് ഓഫ് തീവ്സ്, റേഞ്ച് ഓഫ് മൗണ്ടെയിൻസ്, then grove of trees. ഇനി ട്രീസിന്റെ മരങ്ങളുടെ കൂട്ടത്തിൽ എന്താ പറയാ? grove of trees. Okay, grove of trees. A gang of thieves, range of mountains, a grove of trees. മനസ്സിലായോ? അങ്ങനെ ഓരോന്നിന്റെ. ഇനി ലയൺ ഇല്ലേ, ലയൺ. ലയന്റെ കൂട്ടത്തെ എന്താ പറയാന്നറിയോ? പ്രൈഡ് ഓഫ് ലയൺ. ഓക്കെ, പ്രൈഡ് ഓഫ് ലയൺ. ഗ്രൂപ്പ് ഓഫ് ലയൺ എന്ന് നമ്മൾ പറയാറില്ല. പ്രൈഡ് ഓഫ് ലയൺ. ഓക്കെ, പ്രൈഡ് ഓഫ് ലയൺ. ഓക്കെ, അപ്പൊ മൗണ്ടെയിൻസിന്റെ ഗ്രൂപ്പിന് എന്താ പറയാ? എ റേഞ്ച് ഓഫ് മൗണ്ടെയിൻ. ട്രീസിന്റെ ഗ്രൂപ്പിന് എന്താ പറയാ? ഗ്രോവ് ഓഫ് ട്രീസ്. Then what is a group of thieves? That is gang of thieves. Okay, gang of thieves. Yes. ഇനി കോക്കനട്ട്സിന്റെ ഗ്രൂപ്പിന് എന്താ പറയാ? കോക്കനട്ട്സ്. ഇത് അഡീഷണൽ ആയിട്ട് മിസ് പറയുന്നതാണ്. കോക്കനട്ട്സിന്റെ ക്ലസ്റ്റർ ഓഫ് കോക്കനട്ട്സ്. നമ്മൾ ക്ലസ്റ്റർ ഓഫ് മാംഗോ ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്, ക്ലസ്റ്റർ ഓഫ് കോക്കനട്ട്സ്. ക്ലസ്റ്റർ ഓഫ് കോക്കനട്ട്സ്. ക്ലസ്റ്റർ ഓഫ് കോക്കനട്ട്സ്. ഓക്കെ, ദെൻ ഇനിയുണ്ടല്ലോ കളക്ഷൻ ഓഫ് കോയിൻസ്. കോയിൻസിന്റെ ഗ്രൂപ്പിനെ നമ്മൾ ഒരുപാട് കോയിൻസ് ശേഖരിച്ചു വെക്കും അല്ലെ, അതിനെന്താ പറയാ? കളക്ഷൻ ഓഫ് കോയിൻസ്. Okay, what is that? Collection of coins. Collection of coins. Then fruits in the group in the area. A basket of fruits. Basket of fruits. Basket of fruits. Any singers in the group in the area? A choir of singers. A choir of singers. Choir of singers. Choir of singers. Then actors in the group in the actors in there. A cast of actors. Video off page miss. A cast of actors. Okay, actors in there. Group in the a cast of actors. Okay, a cast of actors. Understood? Mountains in the group and the below. A range of mountains. Then Sana, coconuts in the group in the area. Cluster of coconuts. Cluster of coconuts. Then guys, collection of coins. Collection of coins. Aradhya Prajit, turn on a video. Then pride of lion. Pride of lion. Pride of lions. Basket of fruits. Basket of fruits. Basket of fruits. Okay. Cluster of coconuts, collection of coins, cast of actors, choir of singers, pride of lions, basket of fruits, then gang of thieves, range of mountains, grove of trees. Okay, Shan, turn on a video. Turn on your video. Okay, do not turn off your video while you are in class. Okay. Okay, then worksheet. Next one, look at worksheet. Work in pairs, match the clues with the common nouns. Work in pairs, match the clues with the common nouns. Common nouns ne തന്നിരിക്കുന്ന clue ആയിട്ട് നിങ്ങൾ match ചെയ്യുക. ഒന്ന് വായിച്ചു നോക്കിയേ, സൈലന്റ് ആയിട്ട് എല്ലാവരും.
Read that part silently. Work in pairs, match the clues with the common nouns. വായിക്കുന്നുണ്ടോ എല്ലാവരും? നിത വായിക്കുന്നുണ്ടല്ലേ? നിത യെസ് റിലു മിസ്സേ ഞാൻ എനിക്ക് അത് കിട്ടി. ചെയ്തോ? Work in pairs, match the clues with the common nouns. First one, a stretch of flat land. What is that? A stretch of flat land is plain. Draw a line from first one to C. First one C like a line varukka. A stretch of flat land is plain. A stretch of flat land is plain. The topmost point of a mountain is called as peak. The topmost point of a mountain is peak. Second one to D. Second one D like varukka. The topmost point of a mountain. The topmost point of a mountain is peak. Third one, water that falls from the sky. Water that falls from the sky is what? Sky enna vella enda? Rain. Water. Nida varnu water. Yes. That is rain. Third one to A. Third one to A. Water that falls from the sky is rain. Fourth one, something you lay on the floor in a room. Something you lay on the floor in a room is a carpet. Carpet. Fourth one to E. Fourth one E like varukka. Something you lay on the floor in a room is carpet. The last fifth one, a person you play with and like being with a friend. Fifth one to B. A person you play with and like being with friend. Okay. ഒന്നുകൂടി മിസ് വായിച്ചു തരാം അതെ. A stretch of flat land is plain. The topmost point of a mountain is peak. Water that falls from the sky is rain. Something you lay on the floor in a room is carpet. A person you play with and like being with a friend. Okay, Eric Antonio? Have you finished? Eric? Yes. Okay then. Write two clues like the one given above for some proper nouns. Exchange the clues with your partner and write the answers. ഇപ്പൊ നമ്മൾ എഴുതിയ കോമൺ നൗൺസ് ആണ് അല്ലേ? ക്ലൂ തന്നിട്ട് കോമൺ നൗൺസിന് നേരെ മാച്ച് ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? അതുപോലെ പ്രോപ്പർ നൗണിന് ക്ലൂസ് കണ്ടുപിടിക്കുക. പ്രോപ്പർ നൗൺ എഴുതുക. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആയിട്ട് the longest river in the world. The longest river in the world is river Nile. Okay? River Nile. അപ്പൊ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലൂസ് ഉണ്ടാക്കിയിട്ട് പ്രോപ്പർ നൗണിന്റെ ആൻസർ കിട്ടുന്നതക്ക വിധത്തിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ.
മിസ് ഇപ്പൊ നെറ്റ് പ്രോബ്ലം ഉണ്ടായിക്കൊണ്ട് കേട്ടില്ല. നെറ്റ് കുറവായതൊന്നും കേട്ടില്ല. നമ്മൾ ഇപ്പോ ചെയ്തത് കോമൺ നൗൺസിന് നേരെ മാച്ച് ചെയ്തു അല്ലെ? ക്ലൂസ് തന്നിട്ട് കോമൺ നൗണിന് നേരെ മാച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പർ നൗൺ അതുപോലെ ക്ലൂസ് തയ്യാറാക്കുക. പ്രോപ്പർ നൗൺ. Then write the proper noun also. Okay. You can write here like, which is the tallest building in the world? Which is the tallest building in the world? Can you say which is the tallest building in the world? That is Burj Khalifa. Ano Shasin? Adano? Yes, okay. നമ്മുടെ ഷെസിൻ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ട് തോന്നുന്നു അല്ലേ? യെസ്, കണ്ടിട്ടുണ്ട്. ഷെസിൻ കണ്ടിട്ടുണ്ട്. യെസ്. ഓക്കെ. വിച്ച് ഇസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്? ദാറ്റ് ഈസ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ ഈസ് എ പ്രോപ്പർ നൗൺ. ബുർജ് ഖലീഫ എന്താണ്? ഒരു പ്രോപ്പർ നൗൺ ആണ്. ബുർജ് ഖലീഫ ഒരു പ്രോപ്പർ നൗൺ ആണ്. യെസ്. ദെൻ ഇനി സഹാറ ഡെസേർട്ട്. സഹാറയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? Which is the largest hot desert in the world? ചൂട് കൂടിയ ഏറ്റവും വലിയ ഡെസേർട്ട് ഏതാണ്? That is Sahara. Sahara is a proper noun. Okay. Which is the largest hot desert in the world? That is Sahara. Sahara is a proper noun. Understood? മനസ്സിലായോ? Okay. Then ini, which is the deepest lake in the world? Selna, which is the deepest lake in the world? That is Lake Baikal. Okay. Lake Baikal is a proper noun. Yes, Selna. മിസ് ഇപ്പം പറഞ്ഞതല്ല നോട്ട്ബുക്കിലേക്ക് എഴുതണോ? മിസ് തരാം, നോട്ട് തരാം കേട്ടോ. Okay. Okay, which is the deepest lake in the world? That is Lake Baikal. Lake Baikal is a proper noun. Then another question, which is the Nile നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? Which is the tallest waterfall in the world? Which is the tallest waterfall in the world? That is Angel Falls. Angel Falls is a proper noun. Angel Falls എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ടാകും അല്ലേ? ഒരുപാട് വാട്ടർഫോൾസ് ഇല്ലേ? അതിൽ മിസ് പറയുന്നത് ഏഞ്ചൽ ഫോൾസിനെ കുറിച്ച് മാത്രമാണ്. സോ ഏഞ്ചൽ ഫോൾസ് ഈസ് എ പ്രോപ്പർ നൗൺ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? മനസ്സിലായോടോ? യെസ്. അപ്പൊ അത് വായിക്കുണ്ടല്ലേ? Then what is the next question? What is the next question? I think that's enough for today. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിയാൽ മതിയോ? അല്ല വേണ്ട, തീർക്കാം അല്ലേ? യെസ്. Complete a sentence with the correct collective nouns from the box. You will not need all the words. Okay, in the box we can read some collective nouns are there. എങ്ങനെയൊക്കെ വായിക്കാം? വായിച്ചു നോക്കി ഓരോന്ന്. First one, swam. First one is swam. Look at your textbook. Navami Alan, look at your textbook. First one, swam, band, bag, committee, pride, herd, basket, crowd, family and flock. ഇനി താഴെ തന്നിരിക്കുന്ന ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാം. The dash of young musicians played for the 3 hours. The dash of young musicians. Musicianന്റെ collective noun എന്താ? The band of young musicians. Right there? The band, B-A-N-D, band. The band of young musicians played for 3 hours. The band, B-A-N-D, band. The band of young musicians played for 3 hours. The band of young musicians played for 3 hours. Second one, a swarm of bees. A swarm of bees. Bees in the group endana? Swarm. Write the second one, Benita. Endha ezhudathathe? Swarm.
SWARM, swam. First one ആണ് അവിടെ ഉള്ളത്. SWARM, swarm of bees has made its home in a tree in our backyard. Okay? എങ്ങനെയാ ഗ്രൂപ്പ്? ബീസിന്റെ ഗ്രൂപ്പ് എന്താണ്? Swarm of bees. Okay? Swarm of bees. A swarm of bees has made its home in a tree in our backyard. Okay? Swarm of bees. First one, a band of musicians, band of young musicians. Then next one, a swarm of bees. Then third one, a dash of cattle is grazing in the field. A herd of cattle, HERD, herd of cattle is grazing in the field. Herd of cattle is grazing in the field. Herd, HERD, herd of cattle is grazing in the field. Then what is the fourth one? There are four people in my family. Right there. There are four members in our family. There are four members, four people, not members. There are four people in our family. There are four people in our family. അജിസലെ നെക്സ്റ്റ് ക്ലാസ്സിൽ മുതൽ ഇരിക്കുമ്പോൾ ഒന്നുകിൽ ലൈറ്റ് ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ പുറകിലുള്ള വിൻഡോസിന് ഒരു കർട്ടൻ ഇടുക കേട്ടോ. I couldn't see you. Okay. എന്നാലും പുറകിലുള്ള ലൈറ്റ് മാത്രമേ മിസ്സിന് കാണാൻ പറ്റുള്ളൂ. You have to sit opposites of the light and at that window. ഇനി മുതൽ ഇരിക്കുന്ന സമയത്ത് ആ ടേബിളിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കട്ടെ മോനെ. ഓക്കെ. ജോമൽ ആൻഡ് ജ്വൽ, സെയിം തിങ് ആണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങൾ രണ്ടാളെയും കാണുന്നില്ല. ഓക്കെ, ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുക. ഇപ്പൊ എനിക്ക് ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. There are four people in my family. Then take the next page, page number 23. We saw a dash of lions. എന്താന്നാ മിസ് പറഞ്ഞത്? ലയൺസിന്റെ ഗ്രൂപ്പ് എന്താടോ? Pride of lion. Pride, PRIDE. We saw a pride of lions. We saw a pride of lions in the national park. We saw a pride of lions in the national park. Sixth one, a crowd gathered around the magician. A dash gathered around the magician. A crowd gathered around the magician. Crowd, right there, crowd. ആൾക്കൂട്ടം. മജീഷ്യന് ചുറ്റും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. A crowd gathered around the magician. Okay, that's enough for today. Shall we wind up the class? Have we finished? Okay, shall we wind up the class? Yes, Shahma. മിസ്സേ തേർഡ് വൺ പറഞ്ഞോ? തേർഡ് വൺ ഒന്ന് വായിച്ചേ. Read the third one. A herd of cattle, HERD, herd of cattle. Herd of cattle, HERD, herd. Okay, have you finished? Yes, okay, that's enough for today. Bye. And Johanna. Sixth one പറഞ്ഞോ മിസ്സേ? Sixth one. മിസ് പറയുമ്പോ എവിടെയായിരുന്നു മോനെ? എഴുതണ്ടേ? Sixth one. A crowd gathered around the magician. Crowd, CROWD. 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 Okay. Bye. Okay, le. Bye.